ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ അവിൽ വിളയിച്ചത് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പമുണ്ടാക്കാം. അത് തന്നെയാണ് നമുക്കിത് വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. കുറേ നാളത്തേക്ക് കേടുവരാതെയൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അവിൽ വിളയിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ നമ്മുടെ അവില് മട്ട അവിലല്ലേ അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര ഒരു 200 ഗ്രാം എടുത്താണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂണോളം 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി അതൊരു ടേബിൾ സ്പൂണ്, എള്ള് കറുത്ത എള്ള് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് വേണം. ഇത് രണ്ടൊന്ന് വറുത്തെടുക്കാം. ഇത്ര കൂട്ടാണ് നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ അവിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ശർക്കര വേറൊരു പാത്രത്തിൽ വെച്ച് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് അത് രണ്ടിപ്പം ചെയ്യാം. അവിടുന്ന് ഞാൻ ശർക്കര ഇപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്കിനി അവിലൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം അധികം മൊരിയാൻ നിൽക്കണ്ട, ചെറിയൊരു മുരിച്ചിലും മതി. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം അവിലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചോളാം. നമ്മുടെ അവിലൊന്ന് ചെറിയ തോതിലൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. നമ്മുടെ ശർക്കര നന്നായി ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വയ്ക്കാം. ഒരു 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് കൊണ്ട് വറുത്ത് പോയിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിലേക്ക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിൽ മാറ്റാം. നമ്മുടെ എള്ള് ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുക്കാം. ചെയ്യാവേണ്ട കരിഞ്ഞു കൂട്ടുക. കുറച്ചൊന്ന് ചൂടായാൽ മതിയിട്ട് നമുക്കിത് ഓഫാക്കി വയ്ക്കാം. ഒരു കട്ടിയുള്ള പാത്രം വെച്ചോളൂ കേട്ടോ. അടി നല്ല കട്ടിയുള്ള പാത്രം. അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി തിളക്കട്ടെ കേട്ടോ. നമ്മുടെ ശർക്കര പാനി ഉരുകി നന്നായി കുറുതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നാളികേരം ചെറിയ വെച്ചത് ഇടാം. ഇത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകാനും അതിലൊന്ന് ശർക്കര പാനിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ശർക്കര പാനിയിൽ നമ്മൾ നാളികേരം ഇട്ട് നന്നായി ഒന്ന് ആ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് ശരിയായി വരട്ടെ കേട്ടോ. അതുവരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് എള്ളും അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. നമ്മുടെ ഏലക്കാപ്പൊടി അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തീ നന്നായി ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഈ അവിൽ ഇതിലിട്ട് നന്നായി ഒന്ന് വെള്ളം വറ്റിച്ച് വിളയിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഒരുമിച്ചിടുമ്പോൾ നമുക്കത് ഇളക്കാൻ പറ്റില്ല. കുറേശ്ശെ ഇട്ട് ഇളക്കാം.
അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. ശർക്കര പാനി നമ്മുടെ അവിയലിലേക്ക് നന്നായി പിടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ അവിയൽ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇതിൽ 4 ശർക്കര പാനി ഇങ്ങനെ വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് അധികം ദിവസം ഇരിക്കില്ല. അപ്പോൾ നമ്മൾ നന്നായി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് കൂട്ടിയും ഒന്ന് കുറച്ചൊക്കെ ഇട്ടിട്ട് ശരിയാക്കി എടുത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ശർക്കര വെള്ളമൊക്കെ വറ്റി അതിലേക്ക് നന്നായി പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നമ്മൾ ചൂടാറിയ ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.